അപ്പം ഇനി ഐഫോൺ ഇതാ നല്ല ക്ലീൻ ആയിട്ട് ഇട്ടുണ്ട്. 500 രൂപയാണ് ഈ ഐഫോൺ 7 പ്ലസിന്റെ വില. ക്യാമറ ഇതാണ് 200 രൂപയുള്ളൂ ഈ ക്യാമറ. ഇതെല്ലാം കൂടെ എത്ര രൂപയായി? 1500, 2 രൂപ, 2 സംതിങ്, 2 രൂപയ്ക്ക് ചോദിച്ചാലും പുള്ളി എനിക്ക് തരും. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കുറവൊന്നും വേണ്ട. ഞാൻ അങ്ങനെ തിരിച്ചുവിടുകയാണ്. ടാറ്റ. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമുക്കൊരു വലിയൊരു അതിഥി, കുറെ അതിഥികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പില്. ഏറ്റവും വലിയ കുറച്ച് ലാപ്ടോപ്പ്, 1000 രൂപയ്ക്ക് ലാപ്ടോപ്പ്, 500 രൂപയ്ക്ക് ഐഫോൺ, 200 രൂപയുള്ളൂ ഈ ക്യാമറ. പിന്നെ 3 സ്മാർട്ട് ഫോൺ ഉണ്ട്. ഗൈസ്, എത്ര രൂപയായിരിക്കും? 300 രൂപ. ഓരോ പീസിന് 100 രൂപ വെച്ച്. ഗൈസ്, ഇത് വെള്ളിയാഴ്ച മാർക്കറ്റോ സ്റ്റോർ മാർക്കറ്റ് അല്ലെ, അങ്ങനെയുള്ള മാർക്കറ്റ് ഒന്നും നമ്മളെ ഭീമാപള്ളിയിൽ ഇല്ല. എല്ലാ ഷോപ്പുകളും വെള്ളിയാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും തുറന്നിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. വേറെ ഒരു ഇതും ഇല്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഷോപ്പില് ഇത്രയും സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് വ്യക്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കണ്ടപ്പോഴത്തേക്കും കൊള്ളാം, സംഭവം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അവസ്ഥയുള്ളത് 1000 രൂപയുള്ളൂ. ഇതിന്റെയൊക്കെ അവസ്ഥ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾ വയ്ക്കണം. 1000 രൂപയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാല് 1000 രൂപയ്ക്ക് വാങ്ങിച്ച എന്റെ പോലെ പുതിയത് പോലും കാണിരിക്കുന്നത് കണ്ടല്ലേ, പുതിയ ഡബിൾ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പുതിയത് പോലെയാണ് സാധനം ഇരിക്കുന്നത്. 1000 രൂപയാണ് ഇതിന്റെ വില. കൊണ്ടുവന്ന ആള് എനിക്ക് തരുന്ന വിലയാണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ ലാഭം കൂട്ടിയിട്ട് വില ചെയ്യുന്നതല്ല, എനിക്ക് കൊണ്ടുവന്ന വിലയാണ് ഞാൻ നിങ്ങളുടെ കാണിക്കുന്നത്. 1000 രൂപ. ഇതിന്റെ എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടുവന്ന് ഞാൻ മൊത്തത്തിൽ ഡിഫക്റ്റ് തന്നെയാണ്. അതിന്റെ ഇളവൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഡാമേജ് സാധനമാണ്, വർക്കിംഗ് കണ്ടീഷൻ സാധനമല്ല. 1000 രൂപ എന്ന് വെച്ചാല് കണ്ടില്ലേ, സ്ക്രൂ ഒന്നും ഇല്ല. ഇവിടെ കൊടുത്ത് നല്ല പണിയൊക്കെ ചെയ്ത് കളഞ്ഞ സാധനമാണ് ഈ 1000 രൂപ. സ്പെയറിനൊക്കെ എടുത്തു കഴിഞ്ഞാലും പണിയാണ്. വലിയ കൂട്ടുന്ന ശബ്ദം ചക്ക് ടിക്കുന്നത് കേൾക്കുന്നത് കണ്ടല്ല. ഇതാണ് അതിന്റെയൊക്കെ അവസ്ഥ. അപ്പം ഇനി ഐഫോൺ ഇതാ നല്ല ക്ലീൻ ആയിട്ട് ഇട്ടുണ്ട്. 500 രൂപയാണ് ഈ ഐഫോൺ 7 പ്ലസിന്റെ വില എന്നോട് ചോദിക്കുന്നത്. 500 രൂപയെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 500 രൂപയുടെ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഫുൾ ഡെഡ് ആണ്, ഒന്നിനും കൊള്ളത്തില്ല. ഡിസ്പ്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കൊണ്ടുവന്ന ആൾക്കും അറിയത്തില്ല. ഈ കണ്ടീഷനിലാണ്, ഡെഡ് പീസ് ആണ്. പിന്നെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്യാമറ ഇതാണ് 200 രൂപയുള്ളൂ ഈ ക്യാമറ. എന്റെ പോലെ ഇത് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ കാണുന്നുണ്ട്, സൂപ്പർ ആയിട്ടിരിക്കുന്നത് എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകം എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും, പഴയ ക്യാമറ അല്ലേ ഇത്. ഓപ്പൺ ചെയ്ത് ഇതിന്റെ അകത്തൊന്നുമില്ല, കാലി. അതുകൊണ്ടാണ് 200 രൂപ. ഇതിന്റെ അകത്ത് ഇവിടെ സാധനം ക്യാമറ ഒക്കെ ഇതൊക്കെ വേറെ പീസാണ് കേട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല, ക്യാമറയുടെ സെക്ഷനോ ഒന്നുമില്ല. ബാറ്ററി ഇടാം, പിന്നെ റോൾ ക്യാമറ റോളിന്റെ ഇതുണ്ട്, അതൊക്കെ ഒന്നുമില്ല. കാര്യമായിട്ട് ഇതിന് 200 രൂപ. ഡെമോ ഇങ്ങനെ വെക്കാൻ കൊള്ളാം. ഇതിന് ഇത്രേ കൊള്ളാവും. എന്നുവെച്ചാൽ ഫോട്ടോ ഡെമോ ഇങ്ങനെ 200 രൂപയുള്ളൂ. ഇത് നിക്ക്, ഞാൻ ഇപ്പൊ വേറെ കഥ പറഞ്ഞു. അപ്പൊ ഇത് വന്നിട്ട് 200 രൂപ. പിന്നെ ഒരു 3 സ്മാർട്ട് ഫോൺ. ഒരു വാക്കി കൊള്ളു കേട്ടോ. 100 രൂപയാണ് ഇത് ഒന്നിന് വില പറയുന്നത്. ഒരു വാക്കി കൊള്ളൂല്ല സത്യമായിട്ട്. ഇത് വിൻഡോസിന്റെ ഒന്ന് ഡിസ്പ്ലേ ഒക്കെ പൊട്ടി ചന്ന പിന്നെ ആയിരിക്കുന്ന ഈ ഒരു സാധനം 100 രൂപ. പിന്നെ സാംസങ് നോട്ട്, പഴയ നോട്ട് 2 ആണെന്ന് തോന്നുന്നു, ഒരു ഗുണമില്ലാത്ത സാധനം 100 രൂപ. പിന്നെ ഇത് C5 എന്തോണേ, C9 Pro. പക്ഷെ ഇത് ഒരു ഗുണമില്ലാത്ത സാധനം തോന്നുന്നു. ഡിസ്പ്ലേ മാറ്റിയാൽ ചിലപ്പോൾ ഗുണം കാണും. 3 വേസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇരിക്കുന്നത് ഇത്രയും പീസും വേസ്റ്റ് സാധനങ്ങളാണ്. എല്ലാം കൂടെ എത്ര രൂപയായി? 1500, 2 രൂപ, 2 സംതിങ്, 2 രൂപയ്ക്ക് ചോദിച്ചാലും പുള്ളി എനിക്ക് തരും. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ കുറയാൻ സാധ്യത ഉണ്ട്. ചോദിച്ചാൽ എനിക്ക് തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഗൈസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഷോപ്പിൽ എടുക്കത്തില്ല. എന്നുവെച്ചാൽ ഈ ലാപ്ടോപ്പ് എവിടെ നിന്ന് കൊണ്ടുവന്നതോ, എങ്ങനെ ഐഫോണൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നോ നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് തരാനും പറ്റുമോ? നിങ്ങൾക്ക് നമുക്കൊണ്ട് തരാം, നമുക്ക് ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ്. സ്പെയർ എടുത്താലുമേ നമുക്ക് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പണി കിട്ടും. നിങ്ങൾക്ക് സ്പെയറിനെ കൊണ്ട് തന്നിട്ട് പോകും. നാളെ എന്താണ് അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല. കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. എനിക്കിതുകൊണ്ട് ഒരു ഗുണമില്ല, ഉപദ്രവേ ഉള്ളൂ. ഇത് ആരും എടുക്കൂല. ഈ മാർക്കറ്റിൽ ആരും എടുക്കാത്ത സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും എടുക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്കിത് ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ തിരിച്ചുവിടുകയാണ്. ടാറ്റ. ഗൈസ്, നമ്മളെ വീഡിയോ ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ കൊണ്ടുപോയി നിങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്കൊക്കെ വാങ്ങിക്കാതിരിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഐ എം വെരി സോറി.
ബൈ ബൈ. അപ്പൊ ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ഇതേപോലത്തെ കുറഞ്ഞ റേറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബൈ.